ഹലോ എല്ലാവർക്കും ഇഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഞാൻ വളരെ വൈകിയാണ് എഡിറ്റ് ചെയ്തിടുന്നതെന്ന് എനിക്കറിയാം. ഇപ്പോൾ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ പുറകെയാട്ടോ. ഇപ്പോൾ 24 മണിക്കൂർ അത് കണ്ടുകൊണ്ടിരിക്കണോണ്ട് തന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേ രാവിലെ ചപ്പാത്തിയായിരുന്നു ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാവൊക്കെ മറ്റേ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ആട്ടപ്പൊടി വെച്ചാട്ടോ സാധാ ഇവിടെ കുക്ക് ചെയ്യാറ്. അത് കഴിഞ്ഞെങ്കിൽ പുറത്തുനിന്ന് ആശീർവാദിൻ്റെ ആട്ട വാങ്ങും, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ചപ്പാത്തി കുഴക്കാൻ അത്രയ്ക്ക് വശമില്ല കേട്ടോ. എന്നാലും ഞാനൊരു വിധത്തിൽ ഒപ്പിച്ചെടുക്കും. ഒരു കണക്കിനാണ് ഞാനത് ചപ്പാത്തിയാക്കി എടുക്കുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കേട്ടോ ഞാൻ ചപ്പാത്തിയാക്കാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അഥവാ ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഞാൻ കരുതിയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ബ്രെഡും മുട്ടയും കരുതിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിട്ടോ. ചപ്പാത്തി കറക്റ്റായിട്ട് ആക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കും. കാരണം ഓരോ തവണ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അത് ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ കറക്റ്റായി കിട്ടാറുണ്ട്. ആദ്യമൊന്നും കുഴക്കാൻ ഒട്ടും അറിയില്ലായിരുന്നു. പിന്നെ പിന്നെ പയ്യെ കുഴക്കാൻ പഠിച്ച് പരത്തുന്നത് അത്ര ശരിയല്ല. എന്നാലും ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ പരത്തി ചുട്ടെടുക്കാറാട്ടോ ചെയ്യുന്നത്. ചപ്പാത്തി ആക്കി ചപ്പാത്തിയുടെ കൂടെ കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടൊരു കറിയും ആക്കിയിട്ടുണ്ടായിരുന്നേ. ഉച്ചത്തേക്ക് കറിയായിട്ട് ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാട്ടോ ആക്കുന്നത്. മീനും കാര്യങ്ങളും ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. അടുത്ത ദിവസം അമ്പലം വരെ പോകാമെന്ന് ഓർത്തിരിപ്പുണ്ടായിരുന്നു. തിങ്കളും ചൊവ്വയും ആയിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷേ അത് മാറ്റിയിട്ടോ. ഇനിയൊരു വ്യാഴം വെള്ളി ആ ദിവസങ്ങളിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൊവ്വയും ബുധനും വ്യാഴം വെള്ളി ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാം. ഇത് തിങ്കളാഴ്ച പോകണുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞായറാഴ്ച നമ്മൾ മീനോ ഇറച്ചിയോ കാര്യങ്ങളോ ഒന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ വാവക്ക് ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും ചോറ് കഴിച്ചോളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടൊക്കെ മെഴുക്ക് വരട്ടി ആക്കി കഴിയുമ്പോൾ അതിലൊരു നേരിയൊരു ഇതിലാണെങ്കിൽ ഒരു മധുരം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ആ രീതിക്കാണ് വെക്കുന്നത്. എരിവൊന്നും അധികം ചേർക്കാതെ ഒരു ബീട്രൂട്ടിൻ്റെ സാധാരണ ഒരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടം. അതിലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു മധുരം പോലെ ഉണ്ടാവുമല്ലോ. ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞായറാഴ്ച ദിവസം വൈകി എണീറ്റിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തൊട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ദിവസങ്ങളിൽ എണീക്കണ പോലെ തന്നെ എണീറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തൊരു 11 മണിക്കുള്ളിൽ എന്തായാലും കിച്ചണിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങിപ്പോരും. അതാകുമ്പോൾ പിന്നെ എനിക്ക് അതിലേക്ക് കയറേണ്ട ആവശ്യമേ വരാറില്ല. രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കഴിച്ചിട്ടാണ് അരിയാനൊക്കെ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കറി മിച്ചം വന്നിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ്. ഞാനത് ഒരു കുഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ഇത് കഴുകിയിട്ട് വേണം ഇതിൽ തന്നെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ആക്കാനേ. ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനങ്ങ് മേല് കഴുകാൻ പോയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് പിന്നെ ഉച്ചത്തെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഫോണിൽ കളിച്ച് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്